പൊട്ടത്തരം പറയാനായിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ. ഹായ് ഗായ്സ്, സോ നമ്മളിന്ന് ട്രിപ്പ് പോവുകയാണ്. കുറെ ദിവസം പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ലേറ്റ് ആയി. നമ്മള് നേരത്തെ ഇറങ്ങണം, വെളുപ്പിന് ഇറങ്ങണം എന്നൊക്കെ ഉള്ള വൈബ് ഇരുന്നാണ്. പക്ഷെ ഇവളെ വിളിച്ചിട്ട് ഇവള് ഫോൺ എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് മനപ്പുറം ഉറങ്ങുമായിരുന്നു തോന്നുന്നു. ഹെഡേക്ക് ആയിരുന്നു ഗൈസ്. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ആക്കുകയാണ്. ആ ഫ്രണ്ട് വന്നിട്ടാണ് നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പോവാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ കുട്ടിക്കാൻ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു സ്പോട്ട് തപ്പി ഇറങ്ങിയേക്കാണ്. എങ്ങോട്ടാ പോണ്ടേ ഞങ്ങക്ക് ഒരു ഇതും ഇല്ല. ഇത് വലിയ അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നും അല്ല, ചെറിയൊരു മല. നമ്മള് ഒരു തവണ വന്ന് ഓർമ്മയുള്ളൂ നമുക്ക്. ലോട്ട്സ് ഓഫ് മഞ്ഞ്. അതെ അതെ, ഇത് ലോട്ട്സ് ഓഫ് മഞ്ഞാണ് ഗൈസ്. പാറപ്പുറത്തൊക്കെ അതാ ഞാൻ പറഞ്ഞ മുട്ടക്കുന്നിന്റെ മണ്ടയിൽ എങ്ങനെ കയറി പോവാണ്. അപ്പൊ ഇവിടെ അമ്പലമാണ് പണിയുന്നേ. അല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ഹോട്ടലായിരിക്കും. ട്രഡീഷണൽ ആയിട്ട് എന്തോ ഒരു ഐറ്റം അവിടെ പണിയുന്നുണ്ട്. പള്ളിയൊക്കെ ഉണ്ട്. എന്താ മണ്ടേ പള്ളി കണ്ട സ്പിരിച്വാലിറ്റി സെന്റർ. സ്പിരിച്വാലിറ്റി സെന്ററാ. സ്പിരിച്വൽ എന്ന് പറയുമ്പോ ഇവിടെ ഉണ്ട് ഗൈസ് അബ്നോർമൽ ആയിട്ടുള്ള എന്തോ സംഭവം. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഈ പൊട്ടത്തരം പറയാനായിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. പള്ളി ഏരിയത് അത് മറ്റേ ഇതാന്ന് തോന്നടി. നമ്മളങ്ങനെ ഈ കുന്നിന്റെ മണ്ടയിൽ വന്നിരിക്കുകയാണ്. അടിപൊളി സ്പോട്ടാണ്. നമ്മൾ വിചാരിച്ച നമ്മള് വരുമ്പോ ഇറങ്ങാൻ തിരിച്ച ആദ്യത്തെ സ്പോട്ടാണ് കഴിച്ചത്. നമ്മളിവിടെ കുറെ നാളുകൾ കൂടിയുള്ള എന്താണ് സ്വപ്നം സാക്ഷാത്കരിക്കും. മൈൻഡൊക്കെ റിലാക്സ് ആക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇപ്പൊ നല്ലൊരു തണുപ്പും. ഈ വീഡിയോയിലെ കാണുന്നകാട്ടിലും പണ്ടാരം വരുന്നില്ലല്ലോ. നല്ല ഭംഗിയുണ്ട് ഗായ്സ്. കൊറേ മഞ്ഞൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. കണ്ണിന്റെ അത്ര ഭംഗിയൊന്നും എന്തായാലും ഫോണിൽ കിട്ടൂല. നമുക്ക് അവിടെ ഫോൺ വെച്ചിട്ട് നമ്മളിവിടെ കുന്നിന്റെ മണ്ടയിൽ വന്ന് ഇരിക്കുകയാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഗായ്സ്. അടിപൊളി മൈൻഡൊക്കെ സെറ്റ് ആക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഗായ്സ്. ഞങ്ങള് കൊറേ തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പോവാന്ന്. പളിപ്പാളി അങ്ങേറ്റം എത്തിയിട്ടാണ് ഗായ്സ് ഞങ്ങളിപ്പോ ഈ പാറപ്പുറത്ത് വന്നിരിക്കുന്നത്. രാവിലെയും പാളിത് ഈ തെണ്ടിനെ കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്തായിരുന്നു. നമ്മളിപ്പോ രാവിലെ എത്താൻ മഞ്ഞ് കാണാന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നതാണ്. പക്ഷെ രാവിലെ ഇവളെപ്പോഴും 6 മണി തൊട്ട് വിളിക്കാൻ തുടങ്ങിയത്. ഈ പട്ടി ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആയി പോയി. ഞാൻ വിളിച്ചപ്പോ പരിധിക്ക് പുറത്ത്. അയ്യോ എന്നുള്ള മഞ്ഞൊക്കെ കണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എങ്ങോട്ടേലും ട്രിപ്പ് പോവാ. ഒരു ഐസ്ക്രീം കിട്ടുന്ന 100 രൂപ. അതെ, ഒരു 100 രൂപയുടെ ആവശ്യമുള്ളൂ. അങ്ങനല്ല, അങ്ങോട്ട് പോകാൻ 100 രൂപ, തിരിച്ചു കിട്ടില്ല. 3 പേരാണ് കേട്ടോ, ഒരാളാണെങ്കിൽ സെറ്റാണ്. അപ്പൊ നമ്മള് ഉള്ള ഇച്ചിരി പൈസ ആണല്ലോ, അത് എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുക ഗൈസ്. ചുമ്മാ അങ്ങോട്ട് ഇറങ്ങുക. നമ്മള് ഒന്നും ലൈഫിൽ നമ്മള് എൻജോയ് ചെയ്യാം. ഒന്നും പ്ലാൻ സ്ഥലം എന്താണ് ഏതാണ് എവിടെയാണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മള് കാര്യം പറയാൻ ഇങ്ങനെ കുറെ എണ്ണം കാണും. കാടൊക്കെ തിന്നാനില്ല ഇവിടെ. എന്തെങ്കിലും എടുത്തോണ്ട് വരണ്ട മാത്രല്ല ഗായ്സ്. നമ്മള് നമ്മുടെ കൂടെയുള്ള വൈബിലാണ് കാര്യം. കൂടെയുള്ള ആൾക്കാരിലാണ് ഗായ്സ് സ്ഥലമൊക്കെ വൈബാകുന്നത്. അപ്പൊ എല്ലാരും ഇതുപോലെ വെളിവും ബോധം ഇല്ലാത്ത കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ ഗായ്സ് സ്കൂളിലേക്ക്. പക്ഷെ ഞങ്ങളിപ്പോ 3 പേരേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. എല്ലാവർക്കും പല ടൈമാണ് ലീവ്. സോ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോ നമ്മള് സെറ്റ് ചെയ്യും ഗൈസ്. വീട്ടില്ലേ എനിക്കൊരു സംശയം. മാങ്ങ ഉപ്പും മുളകും
ഉപ്പിലിട്ട മാങ്ങ ഉപ്പും മുളകും ഇട്ട് അങ്ങനെയല്ല സാധനം. സൂപ്പർ സാധനം കഴിക്കും. ചവച്ചരച്ച് കഴിക്കണം. അങ്ങനെയുണ്ട്. രാത്രി വരുമ്പോഴാണല്ലോ മുളക് പോയതേ അറിഞ്ഞിട്ടില്ല. എന്തോ ഒരു രുചിയുള്ള എനിക്ക് എരിയുന്നു. കേറാൻ എളുപ്പമാണ് ഗൈസ്. ഇനിയിപ്പം തിരിച്ചു വരുമ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്. ഉരുണ്ടൊക്കെ വരേണ്ടി വരും ഗൈസ്. ഇത് നോക്കാം. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ കുറച്ച് പ്രവർത്തനം ഇരിപ്പിടം ഗൈസ് അവിടെ ഇരിക്കാൻ പാടി. ചിഞ്ചിട്ടിട്ട് ഗൈസ് ഇതാണ് പൈൻ ഫോറസ്റ്റിലെ എന്താണ് പൈൻ കാ. ഇവിടെ ആർത്തിരിക്കാനാണ് ഇവിടെ അടിച്ചു വെച്ചേക്കുവാ. ഇങ്ങനെ ഇരിക്കണേ. പക്ഷെ വേദന എടുക്കുന്നുണ്ട്. നമുക്കിനി കഴിക്കാം. നല്ലതാണ് ഗൈസ്. ഉഴുന്നുവട പോലത്തെ ഉള്ളിവട നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. മീൽസ് ആണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. ഇതാ മീൽസിന് എന്തൊക്കെയോ കറിയുണ്ട്. അവിയലുണ്ട്, പയറുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ചാറും കൂടി ഉണ്ട്. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. എന്റെ മനസ്സിൽ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.